അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗബ്രുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടെ നിർത്താൻ ഡോറയെ കൊണ്ടുവന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോറയെ കൊണ്ട് നമുക്ക് കൂടെ നിർത്താൻ പറ്റില്ല, പക്ഷേ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എൻ്റെ ഗബ്രു അമ്മേൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഡോറേനെ നമ്മളാണെങ്കിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞിനെ. ഗബ്രു എല്ലാവർക്കും ഹായ് കൊടുത്തേ. എനിക്ക് പെട്ടെന്ന് ചൂവാകുമെന്ന് പറ. എനിക്ക് പെട്ടെന്ന് ചുഖാവുമെന്ന് പറ. ഗബ്രു കരയുന്നതാണെങ്കിൽ അവന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ വരുന്ന പേടി കേട്ടോ. അന്ന് പൊള്ളലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയും ആ സമയത്തൊക്കെ കുറച്ച് പേടിക്കുന്നുണ്ട്. അമ്മ നടക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഗബ്രൂട്ടന് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഭയങ്കരമായിട്ട് പേടിച്ച് കരയും. അതല്ലാതെ നമ്മൾ എന്നുവെച്ചാൽ വെറുതെ കരയുന്നില്ല, അത് നമ്മൾ എത്ര ഇനി അടക്കാൻ ശ്രമിച്ചാലും കരഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പം പിന്നെ ഇവിടെ ഇപ്പം ഞാനും ഡോറ ഇവിടെ അമ്മയെല്ലാം ഉള്ളതുകൊണ്ട് ഒരുവിധം മോൻ്റെ കണ്ടപ്പോഴത്തേനും അങ്ങ് കെട്ടിപ്പിടിച്ച് കുറേ അടിയും അമ്മയൊക്കെ തന്നു പേടിയായിരുന്നു വന്നത്. അവിടെ പോയി നിന്ന് അവിടുത്തെ മറ്റേ ട്രിപ്പിടുന്ന കമ്പിയിൽ പിടിച്ച് നിന്ന് കളിക്കുക. കുറേ ടോയ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അതൊരു നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ അല്ല, നമ്മളത് നെഗറ്റീവ് ആയിട്ടുമല്ല, നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ അല്ല. ഹാർട്ടിന് അസുഖമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്, നമ്മളതാണ് അതിനകത്ത് പറഞ്ഞത്. നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നില്ല, നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ചല്ല അതിനകത്ത് പറഞ്ഞത്. അതായത് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് കുഞ്ഞിനെ നല്ലോണം ശ്രദ്ധിക്കണേ, കുഞ്ഞിനെ നല്ലോണം കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കുഞ്ഞിനെ കെയർ ചെയ്താലും കുഞ്ഞിന് ഈ പ്രശ്നം വരും. ഇത് ഇപ്പോഴൊന്നും അല്ല, കുറേ നാളും ഉണ്ട്. ഇതിനേക്കാളും ഇപ്പോഴാണ് അവൻ ഇച്ചിരി കുറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാ മാസവും ഇതുപോലെ പനിവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കപ്പിട്ട് വരും, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായത് കൊണ്ട് അവന് വലിയ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് അവന് മാറിയിട്ട് അവൻ ഓക്കെ ആയിരുന്നു, കളിക്കാനെല്ലാം തുടങ്ങി. പക്ഷേ ഇന്നലെ വൈകുന്നേരമല്ല, ഒരു വെളുക്കാറൊക്കെ ആവുന്നു, നമ്മളൊരു 10-11 മണിക്കായി തോന്നില്ലേ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഒരു കുറുകുറുപ്പ് പോലെ ഉണ്ട്. ഇന്നലെ ഒരു 6:30-7 മണിയായപ്പോൾ കുഞ്ഞിനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, വൈകിട്ട് ഒരു 6:30-7 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആവി പിടിച്ചു കുഞ്ഞിന്. ആവി പിടിച്ചിട്ട് അതിന് മുമ്പേ ആവി പിടിച്ചു. ഒരു 4:30 ആയപ്പോൾ തന്നെ മോനെ ഞങ്ങൾ ആവി പിടിച്ചു. പിന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടെ ആവി പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഐഡിയ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ കറണ്ട് പോയിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. 11:30-12 മണിയായപ്പോഴാണ് വന്നത്. അപ്പോഴത്തെ മോനെ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ അന്നേരം ആവി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ആവി പിടിച്ചില്ല. അന്നേരം ഞങ്ങളിങ്ങനെ നമ്മൾ കുറുപ്പ് ഹോസ്പിറ്റലല്ലേ കാണിക്കുന്നത്, അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കാം എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾ കിടന്നു. അപ്പോൾ രാവിലെ കുറുപ്പ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ രാത്രിന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എന്തുകൊണ്ടാണ് കുറുപ്പ് ഹോസ്പിറ്റലിൽ വിളിച്ചതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മോനെ അസ്വസ്ഥത കാണിച്ചു രാത്രിയായപ്പോൾ. അസ്വസ്ഥത എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കുഞ്ഞിൻ്റെ ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നു, കുറുകുന്ന പോലത്തെ സൗണ്ട്. അതുപോലെ തന്നെ ഉറങ്ങിയിട്ട് മോന് ഭയങ്കര ഇങ്ങനെയൊക്കെ ഒരുമാതിരി, കൊച്ചുങ്ങളെ അറിയാമല്ലോ, അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലൈഫ് ലൈനിൽ കൊണ്ടുപോയത് കൂടുതലും പെട്ടെന്ന് മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറ്റത്തില്ല. അവിടെ അഡ്മിറ്റ് ആക്കിയാൽ അറിയാമല്ലോ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നത്. ഇവിടെ ഇപ്പോൾ അഡ്മിറ്റാണ് കുഞ്ഞ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ കുഞ്ഞിനെ ഹാർട്ടിൻ്റെ ഇന്നതെല്ലാം തുടങ്ങിയല്ല, മോൻ ജനിച്ച് 5-ാമത്തെ ദിവസം നമ്മൾ അറിയുന്ന മോന് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നുള്ളത്. അന്നോട്ടേ കുഞ്ഞിന് ഈ അസുഖമുണ്ട്. പമ്പിങ് കൂടുതലായിരുന്നു, ബ്ലഡൊക്കെ മിക്സ് ആകുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഹാർട്ടിനകത്താണ് മോന് ഹോള്. അപ്പം അതുകൊണ്ട് തന്നെ ബ്ലഡ് മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ തരണം ചെയ്താണ് ഇവിടെ എത്തിയത്, ഒത്തിരി തരണം ചെയ്ത് നമ്മൾ എത്തിയത്. ആ ഒരു കാര്യമാണ് നമ്മളെ സത്യത്തെ അതിനകത്ത് പറഞ്ഞത്. ഇപ്പം പിന്നെ അറിവ് വെച്ച് വരുന്നതനുസരിച്ച് മോനിപ്പം നിർബന്ധ കരച്ചിലുണ്ട്. അപ്പുറത്തിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ തോന്നും, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ തോന്നും. ഭയങ്കര നിർബന്ധ കരച്ചിലാണ്. ഇതേണ്ടത് ഗബ്രുവിൻ്റെ വീഡിയോയിൽ ഇതേ ഹായ് കൊടുത്ത എല്ലാവർക്കും ഹായ് കൊടുത്തേ. ഇനി അമ്മ എടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ഇത്ര നേരം ഡോർ എടുത്ത് വരാൻ വേണ്ടിയായിരുന്നു. ഇത് നിർബന്ധ കരച്ചില കേട്ടോ, ഈ അസ്വസ്ഥതയുടെ മാത്രമല്ല, മോനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. കണ്ടാ ഇനി അമ്മ നടക്കുമ്പം കരച്ചിൽ അങ്ങ് നിൽക്കും. ഇവിടെ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി കരച്ചിൽ. കണ്ട കൈ കാണിക്കുന്നുണ്ടാ, എന്താ ഇപ്പോൾ കരച്ചിലില്ല.
ഇവിടെ ആരുമില്ല. ഇവിടെ നമ്മൾ കിടക്കുന്ന വാർഡിൽ ആരുമില്ല, നമ്മൾ മാത്രമല്ല, എല്ലാ ബെഡും കാണില്ല. കണ്ട ഡോറേനെ ഇനി തിരിച്ചു കൊണ്ടാക്കണം നമ്മൾ. അച്ഛനും അമ്മയും പിള്ളേരും പപ്പായും ഉണ്ട്. കുഞ്ഞിൻ്റെ കൂടെ അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. നിൽക്കുന്ന നീന്ന് എനിക്ക് നിൽക്കാൻ കുഴപ്പമില്ല. ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് വലിയ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ കൊണ്ടാക്കണമെങ്കിൽ കൊണ്ടാക്കാം. ഇപ്പം ഇത് കുറച്ചുകൂടെ അടുത്ത ഹോസ്പിറ്റല്, നമ്മുടെ വീടിൻ്റെ അടുത്താ, തൊട്ടടുത്ത. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അകലെ എന്നെ വന്ന് കൊണ്ടുപോകാനോ അല്ലെ എന്നെ കൊണ്ടുപോകുന്നത് മാത്രമല്ല അവിടെ നിർത്താൻ ഇടമില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സ്പേസും കാര്യങ്ങളും. ഇപ്പം ഞാൻ അങ്ങ് വണ്ടി ഇട്ടിട്ട് ഇവിടം വരെ ഞാൻ എൻ്റെ കൂടെ നടന്നാ. നമ്മൾ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് നടന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറുന്ന ഇതുണ്ടല്ലോ, വീൽ ചെയറൊക്കെ കൊണ്ടുവരുന്ന സ്ലൈഡ് ചെയ്യാൻ, ആ സാധനത്തിൽ കൂടെ കയറിയാണ് വന്നത്, നടന്നാണ് വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്തായാലും. ഒരാൾ ഉഷാറാകുമ്പം ഒരാൾ വീഴും, അതാണ് ഇപ്പോൾ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോന് പെട്ടെന്ന് സുഖമാണ്. ഇപ്പം തന്നെ ഇനിയിപ്പം ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തു, ഇനി നാളെ രാവിലെ നാളെ വൈകിട്ടും ഉണ്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം സിസ്റ്റർ വന്നായിരുന്നു, സിസ്റ്റർ വന്നിട്ട് പിടിക്കാൻ 9 മണിയാകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞത്. ഓക്കെ ആവും. രണ്ട് മൂന്ന് ദിവസം കിടക്കേണ്ടി വരത്തേ ഉള്ളൂ. ബെറ്റർ ആകും. 2-3 ദിവസം ചിലപ്പോൾ കിടക്കേണ്ടി വരത്തേ ഉള്ളൂ, അതിൽ കൂടുതലുണ്ടാവില്ല. അത് ആ സ്റ്റാർട്ടിങ് മോണിയുടെ ഒരു സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ നമ്മളെന്തായാലും കൊണ്ടുവന്നു. പക്ഷെ ഇത്രയും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു കുഴപ്പമില്ലാതിരിക്കുമായിരുന്നു. പനിയല്ല, ചെറിയൊരു കുറുകലുണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക് നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട് നമ്മളതിൽ. പനി അങ്ങനെ ഇല്ലായിരുന്നു, ചൂടും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു, മോന് ഓക്കെ ആയി, കളിയും ചിരിയും തമാശ എല്ലാം ആയി. അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ്, അതായത് ഓടിക്കളിക്കുമായിരുന്നു ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കുഞ്ഞിന് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ഒരു പ്രായം കൊണ്ട് അവൻ ഇരിക്കത്തൊന്നുമില്ല, കിടക്കും ഇരിക്കലൊന്നുമില്ല, ആകെ ഉറങ്ങുമ്പോൾ മാത്രം വെച്ചാലും കിടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യിക്കാറില്ല. അപ്പോൾ അവൻ തനിയാണ്. ഞങ്ങൾ ഞാൻ പാട്ട് വെച്ചപ്പം ഓൾറെഡി അവൻ ഡാൻസ് നമ്മുടെ പാട്ട് ടി വിയിൽ വെച്ചാലും മൊബൈലിൽ പാട്ട് കേട്ടാലും കുഞ്ഞിങ്ങനെ ആടും. അപ്പം നമുക്കത് കാണുമ്പോൾ ഓരോ ദിവസമാണെങ്കിൽ ഹാളിൽ ഉറക്കി കിടത്തി. അപ്പോൾ ടി വിയിലാണെന്ന് തോന്നില്ലേ പാട്ട് പാട്ട് കേട്ടപ്പോൾ ഉറങ്ങിക്കിടന്ന മോനാണെങ്കിൽ കാല് രണ്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന രീതിയിലാക്കി. അപ്പം നമുക്കതൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ. ആ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. ഒന്നും നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല. മോൻ്റെ ആ സന്തോഷമൊക്കെ, മോൻ കാണിക്കുന്ന ഓരോ സന്തോഷം, മോൻ്റെ ഹാപ്പിനെസ്സും അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് കൂടുതൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു കുഞ്ഞിനെ ഇനി അധികം കാണിക്കണം. സത്യം ഇപ്പം ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ കുഞ്ഞിനെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന വീഡിയോ നമ്മൾ ഇടുകയാണെങ്കിൽ ശ്രദ്ധിച്ചാലറിയാം. ഞങ്ങൾ പാലാശനൊക്കെ പോയിട്ട് വന്ന് ഭയങ്കര ഒരുപാട് ഹാപ്പിയായിട്ട് ഞാൻ ഇച്ചാലും നല്ല രീതിയിൽ വീഡിയോസ് എടുത്ത് അപ്ലോഡൊക്കെ ചെയ്തു. ഇന്ന് രാവിലെ ആയപ്പോൾ തൊട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഫേസ് കണ്ടാലറിയാം ഇന്നലത്തെ എൻ്റെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഫേസും ഇന്നത്തെ. കാരണം വെച്ചാൽ എനിക്ക് ഞാനിവരെന്താ വിളിക്കാത്തതെന്ന് ഓർത്തു അങ്ങനെ ഇരുന്നു. ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ അഡ്മിറ്റാക്കി ഇന്നതാന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങോട്ട് എനിക്ക് ന്യൂമോണിയ ആവുന്ന സത്യം ഞാൻ പ്രതീക്ഷിച്ചതില്ല. ആ ഒരു ഇതുപോലെ മൈൻഡിലില്ലായിരുന്നു. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ന്യൂമോണിയ വരാനും മാത്രമുള്ള പ്രശ്നം ഇല്ലായിരുന്നു മോന്. അതായത് മോന് ഇവക്ക് കുഞ്ഞിനെ എടുത്ത് പാൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നു കൊച്ചിലെയൊക്കെ ഞാൻ എടുത്തെടുത്താലും ഫീഡ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ഇതായപ്പോൾ ഞാൻ രാത്രിയിൽ പകലങ്ങനെ പാല് കൊടുക്കാറില്ല സത്യത്തിൽ. ഇപ്പം അവ കുടിക്കും, അവൻ അത്രയ്ക്ക് വേണമെന്ന് പറയാതെ വാശി പിടിച്ചാൽ അല്ല നിർബന്ധിച്ചിപ്പോൾ അവനങ്ങനെ ഇല്ല. കാരണം പിന്നെ അവൻ കുടിക്കും, ഒരിക്കലും അവൻ കിടന്നുകൊണ്ട് കുടിക്കത്തില്ല. ഇപ്പം തെള്ളി മറിച്ച് ഇവിടെ ഇട്ടിട്ടില്ല. പശുക്കിടാവ് പാല് കുടിക്കുന്നു. ഞാൻ പിള്ളേരോട് ചോദിച്ചാലും അറിയാം. കാരണം ഇങ്ങോട്ട് എന്നെ തന്നെ അവൻ ചരിച്ച് കിടക്കും. അവൻ ഈ സൈഡിൽ പിന്നെ നല്ല ഉറക്കമാണെങ്കിൽ മാത്രം അതേപോലെ കിടന്ന് പാല് കുടിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പം അങ്ങനെ പാല് കിടന്ന് കൊടുത്തിട്ടായിരിക്കാം വന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ചായയിൽ നമ്മുടെ പശുമ്പാൽ പോലത്തുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പറയും. അപ്പോൾ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ റസ്ക്കൊക്കെ മുക്കിയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് അതായത് പൊള്ളലേറ്റില്ലേ കുഞ്ഞിന്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ കുഞ്ഞിന് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അന്നേരമൊന്നും ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ അവൻ കഴിക്കുന്ന ഫുഡ് എന്താണോ അത് നമ്മൾ കൊടുക്കാൻ നോക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വന്നത്. പിന്നെ മോൻ്റെ ആണെങ്കിൽ ഭയങ്കര വിയർപ്പാണ്, കുഞ്ഞിന് എപ്പോഴും ചൂടാണ്. അപ്പം ഭയങ്കര മഴയാണെങ്കിൽ പോലും അവൻ വെട്ടി വിയർക്കും. അപ്പം തലയിൽ വിയർപ്പ് കെട്ടി നിന്നിട്ടും അങ്ങനെ വരാം. അത് കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ വരുന്നതാണ്, പേടിക്കണ്ട. പക്ഷേ മോനിപ്പം ഇച്ചിരി ഇതായിട്ട് നിൽക്കുവാണ്. എക്സ്റേയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ന്യൂമോണിയയുടെ സ്റ്റേജ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡ്മിറ്റ് ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആകത്തില്ലായിരുന്നു. ആ ഒരു സ്റ്റേജിൽ എത്തിയതുകൊണ്ടാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്. അത് 2 ഡോക്ടർമാരെ ഞങ്ങൾക്ക് പറഞ്ഞു അഡ്മിറ്റ് ആവണം. ലൈഫ് ലൈനിലെയും പറഞ്ഞു, ശാസ്താംകോട്ടയിലെയും പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തും നമ്മുടെ സൗകര്യം പോലെ നോക്കിയപ്പോൾ ശാസ്താംകോട്ട ഹോസ്പിറ്റൽ ഓക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ അങ്ങ് അഡ്മിറ്റ് ആക്കുമായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളും ഡ്രസ്സെല്ലാം ഇച്ചാൻ വന്നെടുത്ത്. ആ കൂടെ ഞാനും വന്നു. കുറച്ചുകൂടെ അടുത്തായിരുന്നു നാളത്തേക്കാലൊക്കെ. അതുകൊണ്ട് ഇരുന്നപ്പോൾ ഏനി കരച്ചിൽ തുടങ്ങി മിക്കവാറും. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ. അതാരാ നിങ്ങൾ ഗബ്രിയലാണോ ഇത്?